പരിപാടി മക്കളെ. സമയത്ത് അറിയാം 5:30 കാലത്ത് എന്നിട്ട് 4:30 വരെ അവിടെ കിട്ടുന്നു ഉറങ്ങി കിടന്നു. അതിൻ്റെ ഉള്ളിൽ അതാണ് റൂം. 4:30 വരെ നല്ല ഉറക്കം ഉറങ്ങി. കാലത്ത് അമ്മയോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാ. പിന്നെ ഇപ്പോഴാണ് ഇരിക്കണേ. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ പറയണ്ട. ഇനിയിപ്പോൾ നമ്മുടെ പിള്ളേർ വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. കുട്ടും ടീമൊക്കെ എത്തുന്നുണ്ട്. അവർ 30 കിലോമീറ്റർ എന്നാണ്ട് പറഞ്ഞത്. 4:30 വിളിച്ചപ്പോൾ. അങ്ങനെ ഒന്നും പറയണ്ട മക്കളെ. എന്തോർക്ക് ഉറങ്ങിയേ. കാലത്തൊരു സാധനം കഴിച്ചിട്ടില്ല. എന്തായാലും കഴിക്കാൻ വിചാരിച്ചിറങ്ങിയതാ. ഈ വഴിയാണ്ടില്ലേ, ഇതിനുള്ളിൽ കൊടുക്കണം വരണം. അവിടെ പള്ളി കണ്ടില്ലേ, പള്ളിയുടെ മുകളിൽ പരുന്തൊക്കെ ഇരിക്കുന്നില്ല പടപ്പനായിട്ട്. അവിടെ നിന്ന് കണ്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം. അല്ല നമ്മുടെ റൂമിൽ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ഹോസ്പിറ്റലാണ്. ഞങ്ങൾ ആരെങ്കിലും വിശ്വസിക്കൂ? ഈ കാണുന്നത് നോക്കിയേ, ഇതൊരു ഹോസ്പിറ്റലാട്ടോ. അവിടുത്തെ ചെറിയൊരു ഹോസ്പിറ്റലാണ്. കണ്ടില്ലേ, ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും കാണാനില്ല. ഞാൻ പറഞ്ഞാൽ ഉള്ളേരിയേക്ക് കയറിയിട്ടുള്ളൊരു ക്ലിനിക്ക് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലല്ല കേട്ടോ, ക്ലിനിക്ക്. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇതാണ് പള്ളി. കണ്ടില്ലേ, പള്ളി നോക്കി ഷീറ്റൊക്കെ ഇട്ടിട്ടാട്ടോ സൈഡൊക്കെ കണ്ടില്ലേ. മോൾ ഭാഗം പച്ച കളർ അടിച്ചുള്ളതൊക്കെ ഫുള്ള് ഷീറ്റ് പോലത്തെ സാധനത്തൊക്കെ അടിച്ചുള്ളത്. ആരോ അവിടെ അത് കുഞ്ഞു പിള്ളേരെ കണ്ടില്ലല്ലോ സാർ. ഹായ്, നമ്മളിന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മക്കളെ. എന്തെങ്കിലും കഴിക്കഴിഞ്ഞ് വയ്യ. അങ്ങനെ ഇവിടുത്തെ നായോളെ കാണണം. എന്ത് വലിപ്പമെന്ന് അറിയും ഇവിടുത്തെ നായോളൊക്കെ. ഓ നല്ല ക്ലൈമറ്റ് ആട്ടെന്ന്. അല്ല ഇന്നത്തെ സംഭവം പറഞ്ഞു. ഇന്ന് പാൽഗ്രാമിൽ മറ്റേ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിട്ട് നിന്ന് കാല് കുത്തി വന്നു. ഗംഭീര പ്രശ്നം അവിടെ. എന്തിട്ട് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്തിട്ടുള്ള 3 ട്രാവലേഴ്സിനൊക്കെയാന്ന് പറഞ്ഞത്. അങ്ങനെ കാര്യങ്ങൾ നോക്കളെ. അവിടെ നോക്കി സൈഡിൽ ഞാൻ ഇതിനെ തൊട്ടപ്പുറത്താണ് ദാലിലേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇപ്പോൾ നടക്കില്ല. ഇന്ന് പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നും ഇല്ല. എഡിറ്റ് ചെയ്യുന്ന നേരത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങണേ. പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. നല്ല ക്ലൈമറ്റ് ആയിട്ട് നല്ല ചൂടും വന്നു തുടങ്ങി. ജാക്കറ്റൊക്കെ വെറുതെ ഇട്ടു. ഇന്ന് തിരക്കൊക്കെ മൊത്തത്തിൽ കുറവാട്ടോ. വണ്ടികളൊക്കെ വന്നു തുടങ്ങിയെന്നല്ലേ പറഞ്ഞേ. എത്ര മണിയാവും എത്താമെന്ന് അറിയില്ല. നോക്കട്ടെ എന്തായാലും. ഓ വിശന്നിട്ട് എന്താ പോലെ ഒന്നും കഴിച്ചിട്ടിരിക്കേണ്ട നേരമായിട്ട് കാരണമുണ്ട്. പിള്ളേർ ഓടിക്കൽ നോക്കുന്നല്ലേ ഉണ്ട്. ദാലിലേക്കിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ് ഞാൻ കണ്ടില്ലേ. ദാലിലേക്കിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഒന്നും പറ്റില്ല. നാളെ ഞാൻ വേണമെന്നുള്ള മൈൻഡില്ല. ഇവിടെ പക്ഷെ പോസ്റ്റ് ആയിരിക്കുന്ന നേരം വെറുതെ പോയി പോകുന്നത്രല്ലോ. അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് മൂഡ് പരിപാടിയൊന്നും ഇല്ല. നോക്കട്ടെ എന്തായാലും. ഇതാണ് ദാലിലേക്കിൻ്റെ സൈഡിലുള്ള ഒരു ഷെഡ് എന്തിട്ട് പറയാം, ഷെഡുകൾ പോലെ താമസിക്കുന്നത് അങ്ങനത്തെ പരിപാടികൾ. ചെറിയ ചെറിയ ദാലിലേക്കിൽ ചെറിയ ചെറിയ വണ്ടികൾ, ചെറിയ ചെറിയ ബോട്ടുകൾ. 2 ദിവസം ഇവിടെ കാരണം വേണ്ടി ഞാൻ അതൊന്നും കാണിക്കാണ്ടിരുന്ന കാര്യമായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിൽക്കണമെന്നല്ല. പിന്നെ ഇപ്പോൾ ഇത് കാണിച്ചിട്ട് ഇപ്പോൾ എന്താ കാര്യം എന്നുള്ള മൈൻഡില്ലേ. ഇന്നിപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. വേറെ ഒന്നും എടുക്കാനില്ല ഇന്നിപ്പോൾ. അപ്പോൾ അത് കാരണം കാണിക്കാമെന്ന് മാത്രം. കണ്ടില്ലേ ഇതിൽ എത്രയാണെന്നൊന്നും അറിയില്ല. നോക്കി നോക്കാൻ വെറുതെ. തലേക്ക് ഇറങ്ങുന്ന മക്കളെ. ഭക്ഷണം കഴിക്കേണ്ടതുകൊണ്ട് ഒന്ന് കഴിക്കാറുണ്ട്. തലക്കറങ്ങുന്നുണ്ട്. കണ്ടില്ലേ ദാലിലേക്ക് ഉണ്ട്. ആ റൂട്ടൊക്കെ ഞാൻ പോകാൻ അറ്റത്തേക്ക്. ഇവർ ഈ ഒരാൾക്കൊന്നും ആയിട്ട് പോയില്ല. അതുകൊണ്ട് കുറച്ച് ആൾക്കാരായിലേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടെ. നടക്കുള്ള സൗണ്ട് നോക്കി. അങ്ങനെ റൂം എടുത്ത സ്ഥലത്തുള്ള ആംബിയൻസ് ആണ് അതൊക്കെ. കണ്ടില്ലേ നല്ല സൈഡിൽ തൊട്ടടുത്ത് തന്നെ പള്ളി കാണുന്നു. പള്ളിയുടെ അവിടെ തൊട്ടപ്പുറത്ത്. ഓ ബ്രീത്തിങ്ങിന് എന്താ ചെറിയൊരു മിസ്റ്റേക്ക് പോലെ. ഫുഡ് കഴിക്കാത്ത തന്നെ തോന്നുന്നുണ്ട് മൊത്തത്തിലൊന്ന്. അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഇതൊക്കെ ശിക്കാരി റൈഡിനുള്ള തിരക്കാട്ടാ. ഇവർ നല്ല റേറ്റ് പറയാം. ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ 100 രൂപ 200 രൂപയ്ക്ക് കയറാൻ പറ്റുമല്ലേ.
കണ്ടില്ലേ ഗംഭീര തിരക്കവിടെ. ആരേലൊക്കെ എറണാകുളം വല്ലൂടെ കണ്ട അവര് 3 ആൾക്കാർ 3 വണ്ടി അടിച്ചിട്ട് 3 എന്തായാലും കയറിക്കോന്ന് പറയുന്നുണ്ട്. ഇതിലത്തെ 2 ആൾക്ക് പോകാൻ 2 ആളോ 3 ആളാണോ ഓട്ടോയ്ക്ക് അറിയില്ല കറക്റ്റായിട്ട്. അങ്ങനെയാണോ പരിപാടി. ഇന്ന് രാവിലെ എവിടേക്കാലൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നു. അപ്പോൾ ചടങ്ങായി മറന്ന് ഞാൻ ഉറങ്ങിപ്പോയി എന്നതാണ് ഉണ്ടായത്. ഇങ്ങനെ പരിപാടി നോക്കാം. അങ്ങനെ കറക്റ്റ് ടൈമിൽ പിള്ളേരെ എത്തിയിട്ട് കിട്ടാൻ നാട്ടിൽ നിന്ന്. എന്താ ചെയ്യുക, ഞാൻ വന്നപ്പോൾ ഉരുൾപൊട്ടൽ നടന്നു. ഇവർ വന്നപ്പോൾ വെടിയപ്പോന്ന് പറഞ്ഞേ. ബാക്കി എന്താവുന്നുള്ളത് കണ്ടറിയേണ്ടി വരും. വേഗം പറയേണ്ട മക്കളെ, ഇവിടെ വന്നപ്പോൾ ഇട്ടിട്ട് ഫുള്ള് പണിയാണ്. ഞാൻ വന്നപ്പോൾ ഇട്ടിട്ട് ആകെ ഉരുൾപൊട്ടൽ പ്രശ്നങ്ങൾ ആകെ ആയിരുന്നു. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞാൽ റൂമിൽ നിൽക്കണ്. അങ്ങനെ ഇവര് ജമ്മുവിലെത്തിയിട്ട് 2 ദിവസം നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉരുൾപൊട്ടൽ വരണ്ടെന്നൊക്കെ പറഞ്ഞവരെ പിടിച്ചേർത്തി കൊടുക്കായിരുന്നു. അങ്ങനെ മുഗൾ റോഡ് ഓപ്പൺ ആയപ്പോൾ ഞാൻ പറഞ്ഞവരോട് മെല്ലെ കയറിക്കോ, ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം ഇങ്ങോട്ടും ഓപ്പൺ ആവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് വന്നു ഇന്ന് ഇന്നല്ലേ ഇന്നലെ വൈകുന്നേരം ഞാനൊരു 4 മണിക്ക് എനിക്കാണ്. ഇവര് വന്നപ്പോൾ വിളിച്ചപ്പോൾ വഴി കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോഴറിയണം ഇവിടെ ഫുള്ള് വെടിവെപ്പ് പ്രശ്നങ്ങളൊക്കെയാന്നുള്ളത്. ഓരോ മുതലുകൾ കാല് കുത്തി ഇങ്ങനത്തെ ഒരു സാധനങ്ങളെ കാല് കുത്തി കഴിഞ്ഞ പ്രശ്നമാണ്. പേടിച്ചു പ്രശ്നം. ഇവൻ വീട്ടിൽ നിന്ന് ഇപ്പൊ വരാതെ പോന്നിട്ടുള്ള ആളാ. അങ്ങനൊന്നും പറഞ്ഞ ഞാൻ വന്നപ്പോ ഉരുൾപൊട്ടല് പ്രശ്നമായി. പിന്നെ ആകെ പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു 1 മാസം കഴിഞ്ഞ് പറഞ്ഞ് റോഡ് തുറക്കാൻ. ഇപ്പൊ ഇവര് വന്നപ്പോ ഈ വെടിവെപ്പ്. അങ്ങനെ ഇവര് വന്നിട്ട് ഇവരെ കൊണ്ടുവരാൻ വന്നപ്പോഴാണ് കഥകൾ അറിയണേ. അങ്ങനെ പുറത്തേക്ക് പോയിട്ട് തണുക്കണു പറഞ്ഞിട്ട് കോട്ട് വാങ്ങാൻ ഇറങ്ങിയതാ. അപ്പൊ ഞാനച്ഛൻ എൻ്റെ ഒരു മറ്റേ ഡെക്കാത്തളന്ന് വെച്ചിട്ടുള്ള മറ്റേ ഒരു മിലിറ്ററി ടൈപ്പ് പാൻറ് ഉണ്ട്. ആ പാൻറ് ഇട്ടിട്ട് റോട്ടിൽ കൂടെ പോവുക വഴി അറിയില്ല. ലാൽ ചൗക്കിലേക്കായിരുന്നു പോയി കിടന്നേ. അങ്ങനെ പോകുമ്പോൾ 2 പോലീസുകാർ നിൽക്കുമ്പോൾ അവരോട് വെറുതെ നിൽക്കണ പോലീസുകാരോട് പോയിട്ട് ചോദിച്ചാണ് ഞാൻ പോയിട്ട് സാറേ അങ്ങോട്ടുള്ള വഴി ചോദിച്ചതാ. അങ്ങനെ ആള് വഴി പറഞ്ഞോട്ട് എന്നെ നോക്കിയിട്ടൊന്ന് പറഞ്ഞു നീ നീങ്ങനെ പറഞ്ഞു നീക്കിർത്തിയിട്ടാ. നീക്കിർത്തിയിട്ട് ചോദിക്കുക പാൻറ്റൊക്കെ ഇട്ടിട്ട് എവിടേക്കാന്ന്. ഞാൻ പറഞ്ഞു ഞാനിത് സാധാരണ ഡെക്കാത്തളെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ ചോദിച്ചു വരുമ്പോഴാണ് കഥ അറിയണേ. ഇങ്ങനെ ഇവിടെ പെഹൽഗ്രാമില് ആൾക്കാരെ കൊന്നുണ്ട്. അത് എന്തൊരു കാക്കിട്ട് ഇങ്ങനത്തെ മിലിറ്ററിക്കാരുടെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് കൊന്നിട്ടുള്ളതെന്നൊക്കെ. അങ്ങനെ രാത്രി ഫുള്ള് ചെക്കിങ് ആവുന്നു. ഞങ്ങളാന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല. നമ്മൾ കോട്ട് വാങ്ങണം എങ്ങനെയെങ്കിലും. അങ്ങനെ കോട്ട് വാങ്ങാൻ പോയതാ. അങ്ങനെ പോയപ്പോഴാണ് ഈ പണി കിട്ടിയത്. അങ്ങനെ അയാൾ പിടിച്ചിട്ട് പറഞ്ഞു, അയാളോട് കാര്യമൊക്കെ പറഞ്ഞു. ഞങ്ങൾ സൈക്കിൾ മരുന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഒന്നും നോക്കണ്ട വേഗം പോയിട്ട് റൂമിൽ പോയിട്ട് പാൻറ് ഊരിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ വേഗം പോയി പാൻറ് ഊരിട്ടു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയാണ് പുറത്ത് ഫുള്ള് ID കാർഡൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരെയും സംശയം തോന്നിയവരൊക്കെ പൊക്കുക സീനാന്ന് പറഞ്ഞേ. എല്ലാവരെയും പിടിക്കുക നിലക്കായിരുന്നു. ID ഇല്ലാണ്ട് ഒരാളെയും വിടണില്ല. ID കാണിച്ചിട്ട് അവര് വെരിഫൈ ചെയ്തിട്ട് എല്ലാവരും വിടണുള്ളൂ. സംശയം തോന്നിയവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണെന്ന് പറഞ്ഞേ. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല. ആള് പറഞ്ഞപ്പോ പിന്നെ വേഗം പോയി കോട്ട ഒന്നും വാങ്ങിയില്ല, നേരെ പോന്നു. അങ്ങനെ റൂമിൽ പോയി നേരെ പാൻറ്റൊക്കെ മാറിയിട്ട് പോന്നു. സംഭവം ഭയങ്കര പ്രശ്നമാണ്. ഫുള്ള് പോലീസുകാരി ഫുൾ മിലിറ്ററിക്കാരി 5 കളിയാണ്. ഒരാൾ കണ്ടില്ലേ പേടിച്ചിട്ടിരിക്കണേ. എല്ലാരും നാണം കടത്ത പോലെ. ഈ പെഹൽഗ്രാം എന്ന് പറഞ്ഞ ബോർഡർ സൈഡിലുള്ള ഒന്നല്ല, ഉള്ളിൽ കയറിയിട്ടുള്ള കുറച്ച് അവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാന്ന് പറയുമ്പോ അതെന്ന് പറഞ്ഞാൽ മിലിറ്ററിക്കാരൊന്നല്ലെന്ന് ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്തിട്ടുള്ളതെന്ന്. പെണ്ണുങ്ങളെ ഒന്നും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞ കേട്ടത്. ആണുങ്ങളെയാണ് ഫുള്ള് പഠിച്ചില്ലെന്ന് പറഞ്ഞേ. അതും റിലീജിയൻ റിലേറ്റഡ് ആയിട്ടൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയിലത്തെ ആൾക്കാരുടെ സേഫ്റ്റിനെ ചോദ്യം ചെയ്യുന്ന രീതിക്കാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് വലിയൊരു പ്രശ്നമാണ് ആക്ച്വലി. ഈ പെഹൽഗ്രാം എന്ന് പറഞ്ഞാൽ മിലിറ്ററിക്കാരില്ലാത്ത സ്ഥലമല്ല, ഫുള്ള് മിലിറ്ററിക്കാരുള്ള ഒരു സ്ഥലമാണ്. അവരുടെ ഉള്ളിൽ കയറി വന്നിട്ടാണ് ഇലക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും നാണക്കേടാണ്. അങ്ങനത്തെ ഒരു ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് കാരണം ഇവിടെ ഭയങ്കര പ്രശ്നം. ഇനിയിപ്പോ മൊത്തം ലോക്കി എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ നാളെ മറ്റേ അമിത്ഷാ അല്ലെങ്കിൽ മോദി ഫുൾ ടീമോള് അവരൊക്കെ ശ്രീനഗറിലേക്ക് വരണം പറഞ്ഞു. ഞങ്ങളിപ്പോ ഉള്ളത് ശ്രീനഗറിലാണ്. അപ്പൊ ഈ പെഹൽഗ്രാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ നിന്ന് 10-70 കിലോമീറ്റർ കിട്ടുന്നതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ കുറച്ച് സീനായിട്ട് നിൽക്കണപ്പോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. നാളെ ഇപ്പോ ഇവിടെ ബന്ധാ തല എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്. മൊത്തം ലോക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ എത്ര ദിവസം നിൽക്കേണ്ടി വരുന്ന ഇനിയിപ്പോ ഇതിന് തിരിച്ചടി ഉണ്ടാവുന്ന മറുപണിയാ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. കാരണം നമ്മൾ ഇന്ത്യൻ ആർമീനെ ചോദ്യം ചെയ്യണ ഒരു രീതിക്കാണുള്ള ഈ സംഭവം ചെയ്തിട്ടില്ല. BSF-നായാലും ഇന്ത്യൻ ആർമിയിലും എല്ലാ ആക്ഷൻ ഫോഴ്സിനായാലും ചോദ്യം ചെയ്യണ രീതിക്കാണുള്ള ഈ അറ്റാക്ക് ഉണ്ടായിട്ടില്ല. ഇതിനെന്തായാലും ഒരു മറുപടി ഉണ്ടായിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇവിടുത്തെ ന്യൂസ് ചാനലൊന്നും വന്നിട്ടില്ല. നാട്ടിൽ മാത്രം പറഞ്ഞു തുടങ്ങിയിട്ടില്ല. നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും മെസ്സേജ് അയക്കി വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു തൊഴിലില്ലേ നമ്മൾ. പക്ഷെ നമ്മൾ സേഫ് ആയിട്ട് റൂമിനുള്ളിൽ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല. ഇവിടെ ഇരിക്കുക അല്ലാണ്ട് വേറെ പാകില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ ഇന്ന് നാളെ എന്താവുന്നുള്ളതൊന്നും അറിയില്ല. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. നാളെ പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ അറിയാം. അങ്ങനെയാണ് കാര്യങ്ങള്. മൊത്തത്തിൽ കുറച്ച് സീനാ. കുറച്ചല്ല, നല്ല സീനാണ്. പേടിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കണത് തന്നെ.
എന്താ ഉണ്ടാവുക അറിയില്ല. പണ്ടത്തെ ഇതില് അറിയണതല്ലോ കാശ്മീരത്തെ സീനുകള്. അത് നമ്മള് ലൈഫിൽ നേരിട്ട് പറയും. നമ്മളൊക്കെ പണ്ട് നമ്മളിങ്ങനെ പ്രശ്നം പുല്ലുക മറ്റേക്ക് നമ്മളൊക്കെ നമ്മള് 4000-3500 കിലോമീറ്റർ അവിടെയാ നാട്ടിലിരുന്നിട്ട് നമ്മളീ കഥ പറയല. എന്നിട്ട് നമ്മളിങ്ങനെ അയ്യോ എന്തായാലും നമ്മള് തൊട്ടടുത്താണ്, 50 കിലോമീറ്റർ അപ്പുറത്ത് വെടിവെപ്പ് ചങ്ക് തൊട്ടടുത്ത് മാത്രല്ലോ. എന്താ ചെയ്യാ, ഓടിപ്പോവാനും പറ്റില്ല നാട്ടില്. വഴിയും ബ്ലോക്ക്, തിരിച്ചു പോകാനുള്ള വഴിയും ബ്ലോക്ക്. ഈ മുകൾ വഴി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ആകെ 1 വേ മാത്രമല്ല. ഇപ്പൊ ഇവിടുന്ന് ഇന്നിപ്പോ അങ്ങോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ അവിടെ നിന്നുള്ള വണ്ടിയിൽ ഇങ്ങനെ കടത്തിയിട്ടുള്ളോ. ഫുള്ള് പെട്ട അവസ്ഥയാണ്. പിന്നെ ലഡാക്ക് കൂടിയിട്ട് പോകാൻ മണാലിക്ക് പോകാനും പറ്റില്ല, അതും ബന്ധാണ്. അതെ, കണ്ട മലയാളികളുണ്ട്. ഇപ്പൊ ഈ മരിച്ചൊരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മള് പോയപ്പോഴുള്ള മലയാളി സമയമില്ലേ, ആ കുഞ്ഞു കുട്ടീനെ കൈപ്പിടിച്ച് അയാള് എങ്ങനെയും പോണെന്ന് പറഞ്ഞില്ലേ. കൈക്കുഞ്ഞൊക്കെ ആയിട്ടുള്ള ഒരു ഫാമിലിയൊക്കെ വന്നിട്ട് ലോക്കായിട്ടുണ്ട് കൈസ്. തിരിച്ചൂർക്ക് പോകാനും പറ്റണില്ല. നല്ല ഇവിടെ വന്ന് പെട്ടില്ല, റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് എല്ലാവരും സ്റ്റക്ക് ആയിട്ട് റൂമുകളൊക്കെ എടുത്തെടുത്ത് ഹൈ പ്രൈസ് ആയി. അതെന്ന് പറഞ്ഞ ഈ ബ്ലോക്കിൽ പെട്ടവരൊക്കെ തിരിച്ചു പോകാൻ പറ്റാണ്ട് ഭയങ്കര ഹൈ പ്രൈസ്, ചീപ്പ് റൂമായാലും ഹൈ പ്രൈസ്. അപ്പൊ കൈക്കുഞ്ഞൊക്കെ ആയിട്ട് വന്നിട്ട് കുറെ മലയാളീസ് ഉണ്ട് ഇവിടെ, ഒക്കെ ലോക്ക്ഡൌൺ കൈസ് ഫുള്ള് പെട്ടു. അങ്ങനെയാണ് കാര്യങ്ങള്. ഇപ്പൊ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങാണ്ട് ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ ശരി, നാളെ അറിയാൻ എന്താവും എന്നുള്ളത്.